ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. റൂം ബോയ്സ് ആണല്ലോ അനീഷും ഷാനവാസും. അപ്പോൾ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ അവരുടെ ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട്. സ്റ്റാർസും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അനീഷിന് 2, ഷാനവാസിന് 3, അങ്ങനെയൊക്കെ ഇവർക്ക് സ്റ്റാർസ് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് സ്റ്റാർസ് കിട്ടിയത്. അപ്പോൾ കുറച്ചു നേരം മുമ്പ് ഷാനവാസ് അവിടെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. വെച്ചാൽ അവിടെ ഇരുന്ന് ഉറങ്ങുന്ന പോലെയൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കണ്ടതും ആദില എന്ത് ചെയ്തു? ആദില അവിടെ പോയി. ആദില എനിക്ക് തോന്നുന്നു റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. ഒരു ഭാഗം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ റിയാസ് ആദിലോട് പോയി പറയുന്നുണ്ട് അവിടെ ടിഷ്യൂ പേപ്പറൊക്കെ വലിച്ചു വാരിയിട്, ആ രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അവരുടെ ടിഷ്യൂ പേപ്പറും കാര്യങ്ങളൊക്കെ വലിച്ചു വാരിയിടുന്നു. ഇപ്പോഴും ലൈവിൽ അവരത് തൂത്തുവാരി വൃത്തിയാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ പാരലായിട്ട് തന്നെ വേറൊരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു. ജിസേലിന്റെ തോക്ക് കാണാതെ പോയി. ജിസേലാണല്ലോ സെക്യൂരിറ്റി ഗാർഡ്. അപ്പൊ ജിസേലിന്റെ തോക്ക് കാണാതായതുകൊണ്ട് എല്ലാവരും കൂടി ജിസേലിന്റെ തോക്ക് തപ്പി നടക്കുകയായിരുന്നു കുറെ നേരം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ജിസേൽ എന്ത് ചെയ്തു? അവിടുത്തെ തുണിയും കാര്യങ്ങളും ഒക്കെ വലിച്ചു വാരി ഇടുകയുണ്ടായി. അപ്പൊ ഇത് കണ്ടിട്ട് റിയാസ് അവിടെ പോയി ജിസേലിനെ സഹായിക്കുക എന്നോണം അവിടുത്തെ തുണിയും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന തുണിയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ, അതെടുത്ത് വലിച്ചു വാരി ഇടുന്നുണ്ട്. ഇപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇവരെന്താണ് പ്രതീക്ഷിക്കുന്നത്? അനീഷോ ഷാനവാസ് ഇവർക്ക് ടെമ്പർ തെറ്റി നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ, ദേഷ്യം വന്നിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ ഇവര് ദേഷ്യം പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കും, വഴക്കുണ്ടാക്കും എന്നാണ് ഇവര് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആ രീതിയിൽ ഒരു കോണ്ടന്റ് പുറത്തേക്ക് പോകും. റിയാസ് ഇന്ന് പറയുന്നുണ്ടായിരുന്നു എപ്പിസോഡിന് വേണ്ടിയുള്ള സാധനങ്ങളൊന്നും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ എനിക്കിത് കണ്ടപ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യത്വരഹിതമായ പ്രവർത്തികളാണ് ഗസ്റ്റും അതേപോലെ തന്നെ ജിസേലും ആദിലയും ഒക്കെ അവിടെ കാണിക്കുന്നത്. ജിസേലിന്റെ തോക്ക് കാണാതായി പോയെന്ന് പറഞ്ഞിട്ട് അടുക്കി കടന്ന് കുറെ സാധനങ്ങൾ തുണിയും എല്ലാം കൂടി എടുത്ത് വലിച്ചു വാരിയിടുകയാണ് വേണ്ടത്. പിന്നെ പണിയില്ല, റൂം ബോയ്സിന് പണിയില്ലെന്ന് പറഞ്ഞിട്ട് ടിഷ്യൂ പേപ്പർ ഗാർഡൻ ഏരിയ ഫുൾ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കാണുന്ന ഇമേജിൽ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് റിയാസ് അതിന് കൂട്ടുനിൽക്കുന്നു. ഗസ്റ്റായിട്ട് വന്ന റിയാസ് അതിന് കൂട്ടുനിൽക്കുന്നു. എപ്പിസോഡിന് വേണ്ടി കോണ്ടന്റ് കയറട്ടെ എന്ന് പറഞ്ഞിട്ട് അത് കൂട്ടുനിൽക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ അനീഷിന് വ്യക്തമായിട്ട് മനസ്സിലായി കേട്ടോ. അനീഷ് ഇത് ഷാനവാസിനോട് ഇപ്പൊ പറയുന്നുണ്ട്. അപ്പോ ഷാനവാസിന് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. നമ്മളെ ചൊടിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഗസ്റ്റിന്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ആ ഒരു മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഷാനവാസിന് മനസ്സിലായി. ഇവർ രണ്ടുപേരും കൂടി തമ്മിൽ നടന്ന ആ ഒരു കോൺവെർസേഷനാണ്. അപ്പൊ അനീഷ് ഈ ഷാനവാസ് ഉറങ്ങാനായിട്ടിരുന്ന കേസൊന്നും അറിയുന്നില്ല. ബാക്കി കാര്യങ്ങളൊക്കെ അനീഷ് പറയുന്നുണ്ട്. ഇന്നപോലെ ഇവരെ ചൊടിപ്പിക്കാനായിട്ട് റിയാസ് ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. വെറും മനുഷ്യത്വരഹിതമായ പ്രവർത്തികളാണ്. ഇങ്ങനെ ഈ റൂം ബോയ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ രീതിയിൽ പണി കൊടുക്കുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. അവരവരുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കുകയാണെ വേണ്ടില്ല. അവര് നല്ല രീതിയിൽ തന്നെ മികച്ച രീതിയിൽ തന്നെ ഡ്യൂട്ടീസ് ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഷാനവാസ് റെസ്റ്റ് എടുക്കാനായിട്ടിരുന്നതാണ്. ഒരു 10-15 മിനിറ്റ് അവിടെ റെസ്റ്റ് എടുക്കാനായിട്ടിരുന്നതാണ്. അത് കണ്ടിട്ടാണ് ഇങ്ങനെയുള്ള പണി കൊടുക്കുന്നത്. അപ്പോ ഇതാണ് സംഭവം. എനിക്ക് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റുന്നില്ല. റിയാസ് അവിടെ എപ്പിസോഡിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഒട്ടും തന്നെ ഡൈജസ്റ്റ് ആവുന്നില്ല, ഒട്ടും പിടിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും ഒരു രീതിയിലും എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു കണ്ടസ്റ്റന്റ് കൂടിയാണ് റിയാസ്. നമ്മൾ പലപ്പോഴായിട്ടും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്റർടൈനർ എന്നുള്ള ആ ഒരു സൈഡ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഈ രീതിയിലുള്ള കോണ്ടന്റിന് വേണ്ടി റിയാസ് അവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, കോണ്ടന്റ് എടുത്തു പറഞ്ഞുള്ള കാര്യങ്ങൾ, അതൊന്നും തന്നെ എനിക്ക് സീസൺ 4-ലും ഒട്ടും യോജിക്കാൻ പറ്റാത്തൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഇപ്പോഴും അതെ, ആ രീതിയിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.